ഡഹുവേ ഈ സ്ത്രീ സംവരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവന്നേക്കുന്നത് സ്ത്രീകളുടെ ശാക്തീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണെന്നാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ധാരണ. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നത് എന്താണ്? പുരുഷന്മാർ മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് സ്ത്രീ സംവരണ പഞ്ചായത്ത് ആകുമ്പോൾ അവരവിടെ സ്വന്തം ഭാര്യമാരെ നോമിനേറ്റ് ചെയ്യും. ഓൾറെഡി പുരുഷൻ ഭരിക്കുന്ന ഒരു വാർഡ് അത് സ്ത്രീ സംവരണ വാർഡാകുമ്പോൾ സ്വന്തം ഭാര്യനെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്യും. ഇവിടെ നടക്കുന്നത് സ്ത്രീ ശാക്തീകരണമല്ല, പുരുഷന്റെ ശാക്തീകരണം തന്നെയാണ്. അതായത് ഹാളിലിരിക്കുന്ന റിമോട്ട് നേരെ അടുക്കളയിലോട്ട് ചെല്ലുന്നത് പോലെ ഞെക്കുന്നത് എപ്പോഴും ഹാളിലിരിക്കുന്ന പുരുഷൻ തന്നെ, പക്ഷേ റിമോട്ട് ഇരിക്കുന്ന സ്ഥലം മാത്രം മാറുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഭാര്യമാർ സ്ത്രീകളല്ലേ എന്ന്. ഭാര്യമാർ സ്ത്രീകളാണ്, പക്ഷെ അതിനുള്ള ഉത്തരം ഭാര്യമാർ മാത്രമല്ല സ്ത്രീകൾ എന്നുള്ളതാണ്. ഇതിൻ്റെ പേര് റിസർവേഷൻ എന്നല്ല, ഇതിൻ്റെ പേര് റിലേ റിസർവേഷൻ എന്നാണ്. അതായത് പണ്ട് ഈ ഓടത്തില്ല, റിലേ ഓടുമ്പോൾ ഇങ്ങനെ ബാറ്റൺ കൈമാറി കൈമാറി എന്ന് പറഞ്ഞ പോലെ ഒരേ ഗ്രൗണ്ടിൽ കിടന്ന് ഭാര്യയും ഭർത്താവും പെങ്ങന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി തൊട്ട് റിസർവേഷൻ ഗവൺമെൻറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ആലോചിച്ച് സെറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നേതാക്കന്മാരുടെ ഭാര്യമാർക്കുള്ള റിസർവേഷൻ, പെങ്ങന്മാർക്കുള്ള റിസർവേഷൻ, അമ്മയ്ക്കുള്ള റിസർവേഷൻ, അമ്മൂമ്മയ്ക്കുള്ള റിസർവേഷൻ, അങ്ങനെ പ്രത്യേകിച്ച് കാറ്റഗറി തിരിച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ അതല്ലാതെ ജനറൽ ഓഡിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾക്കും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റും.